ഈ നാസ്തികരോട്, സ്വതന്ത്ര ചിന്തകരോട് ഷാഹുൽ ഹമീദ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ധാർമ്മികതയെ ബന്ധപ്പെട്ട വിഷയത്തിലാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ഫൗണ്ടേഷൻ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അപ്പോൾ ആ ചോദ്യം ഇങ്ങനെ എയറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തൻ ഒരാവശ്യമില്ലാതെ വള്ളിയിട്ട് പിടിച്ച് അതിന് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ, അതിനാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അത് മറ്റാരുമല്ല, എന്തിൻ്റെ കൂടെയും എക്സ് ഇട്ട് നടക്കുന്ന എക്സ് മുസ്ലിം എക്സ് ഹോമിയോ ഡോക്ടർ മിസ്റ്റർ ഹാരിഫ് ഹുസൈനാണ് അതിന് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്കത് എന്താണ് അവർ റിപ്ലൈ കൊടുക്കുന്നത്, എന്താണ് ആ ചോദ്യം എന്നൊക്കെ കണ്ടിട്ട് വരാം. നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇവൻ വ്യഭിചാരം എന്താണെന്ന് വിചാരിക്കാം. അതും ഈ പറഞ്ഞ ഇവിടെ തന്നെ അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നാസ്തികർക്ക് അധാർമികമാകുന്നത്? വളരെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. കാരണം നാസ്തികർ, ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാർക്ക് ഈ ഒരു ഭൂമി എന്ന് പറയുന്നത്, ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു ലെക്കാണ്, അതൊരു ലെക്കിൽ കിട്ടിയ സംഭവമാണ്, അത് മാക്സിമം പ്ലഷറിലൂടെ മാക്സിമം എൻജോയ് ചെയ്യുക എന്നൊക്കെ വാദിച്ച് നടക്കുന്ന ഈ ഒരു നാസ്തികർക്ക് എങ്ങനെയാണ് ഈ വ്യഭിചാരം, അതായത് രണ്ടുപേര് വിവാഹം കഴിക്കാത്ത രണ്ടുപേര് തമ്മിൽ, അതാണ് വ്യഭിചാരം എന്ന് പറയുമ്പോൾ അതാണല്ലോ, വിവാഹം കഴിക്കാത്ത രണ്ടുപേര് തമ്മിലുള്ള ലൈംഗിക ബന്ധം, അത് എന്താണ്, അത് കൺസെൻറ്റോട് കൂടിയുള്ള ലൈംഗിക ബന്ധം, അത് തെറ്റാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം, വളരെ ജെന്യൂൻ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഷാഹുൽ ഹമീദ് ഫസ്റ്റ് ഭാഗത്ത് ചോദിക്കുന്നത് കേട്ടോ. ധാർമ്മികമല്ല എന്ന് മാത്രമല്ല, വിവാഹം അപരിഷ്കൃതവും ഈ പറഞ്ഞ അമിത ലൈംഗികത എന്ന് പറയുന്നത് പുരോഗമനത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ ഈ കപട സദാചാര വർത്തമാനം പറയുന്നത് വളരെ നിലവാരമില്ലായ്മ എന്നുള്ളതാണ് ഒരു കാര്യമുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പോയിൻ്റാണ്. അതായത് കപട സദാചാരം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ നിരീശ്വര, നാസ്തിക അല്ലെങ്കിൽ ഈ സ്വതന്ത്ര ചിന്തകളോട് പറയുന്ന കാര്യമാണ് ഈ വിവാഹം എന്ന് പറയുന്നത്, ഈ ഒരു കുടുംബം, വിവാഹം എന്ന് പറയുന്നത് ഒരു കരാറിലൂടെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേർന്ന് നടത്തുന്ന ഒരു വിവാഹം എന്ന് പറയുന്നത് അത് അപരിഷ്കൃതമാണ്, അതൊക്കെ കാലഹരണപ്പെട്ട സംഭവമാണെന്നും ഈ സെക്ഷൽ ലിബറേഷന് വേണ്ടിയിട്ട് വാദിച്ച് നടക്കുന്ന ഈ സ്വതന്ത്ര ചിന്തകർക്ക് എങ്ങനെയാണ് പിന്നെ ഈ വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു അധാർമികമാണെന്ന് പറയാൻ സാധിക്കുന്നത്? ഇങ്ങനെയുള്ള കപട സദാചാരം പറയുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്കൊന്ന് കിടക്കാം. ഇവര് ഒരു ചോദ്യമുണ്ട്, ഇത് എങ്ങനെയാണ് നമുക്ക് അധാർമികമാകുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പൊ അതെ, അതാണ് ചോദ്യം. അതാണ് ഇവർക്ക് എങ്ങനെയാണ് ഇത് അധാർമികമാകുന്നത് എന്നാണ് ചോദ്യം. അതെ, അതിന് നമ്മളെ ആരിഫ് ഹുസൈൻ ഉത്തരം പറയാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ബുക്കൊക്കെ എടുത്തോ, പെന്നൊക്കെ എടുത്തോ, ഞാൻ അതങ്ങനെ റെഡിയായി ഇരിക്കുക കേട്ടോ. ഇപ്പോൾ ആരിഫ് ഹുസൈൻ പറയുന്ന പോലെ നോട്ട് ചെയ്തിടാം, എങ്ങനെ അധാർമികമായിട്ട് മാറും. ഓക്കെ, എഴുതിയിട്ടുണ്ട്. ഓരോ പോയിന്റ് പറയാൻ പോവാം, നമുക്ക് എഴുതിയേക്കാം. നമ്മളിത് അധാർമികമാണ് നമ്മൾ പറയുന്നു എന്നവർക്ക് അറിയാം. അതെ, നിങ്ങൾ കപട സദാചാരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ശരിയാണ്, കറക്റ്റാണ്. പക്ഷേ ഇത് എങ്ങനെയാണ് അത് അധാർമികമായിട്ട് വരുന്നത് ഒന്ന് പറയണം, ഒന്ന് എഴുതി വെക്കാനാണ്, ഒന്ന് പറഞ്ഞേ. പക്ഷേ എന്താണ് പ്രശ്നം? എന്താ പ്രശ്നം? മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന ഈ മദ്രസ ഇഡിയറ്റ്സ് സാധനം വന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോ തുടങ്ങിയിട്ട് ഞാൻ ഈ റെക്കോർഡ് ഇട്ടിട്ട് ഏകദേശം 41 സെക്കൻഡായി. ഇതിനിടയിലൊന്നും വന്നില്ലല്ലോ ഈ പറഞ്ഞ ഒരു അവഹേളനം എന്നുള്ളത്. മദ്രസ ഇഡിയറ്റ്സ്, അപ്പോൾ നമുക്ക് പുരോഗമനമുണ്ട്. മദ്രസ പൊട്ടന്മാരിന്ന് ഇംഗ്ലീഷ് വാക്കിലേക്കൊക്കെ ഒരു അപ്ഗ്രേഡ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ മദ്രസ ഇഡിയറ്റ്സ് ആട്ടോ, ഒരു മാറ്റമുണ്ട്. പറഞ്ഞോളൂ കേട്ടോ, പറഞ്ഞോളൂ. എന്ന് പറയുന്ന സാധനം 3 ഇഡിയറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഗതി, 3 ഇഡിയറ്റ്സ് സിനിമ പേരൊക്കെയാണ് ഇപ്പോൾ ചേട്ടൻ ഉപയോഗിക്കുന്നത്. അടുത്ത് വരട്ടെ. അത് ശരിക്കും തെറ്റാണെന്നും അതല്ല യഥാർത്ഥത്തിൽ ധാർമ്മികത എന്ന് നമ്മൾ പറയുന്നു. പകരം നമ്മൾ പറയുന്നതാണ് ധാർമ്മികം എന്ന് നമ്മൾ പറയുമ്പോൾ ഇവര് അതെ, ഉത്തരം പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ, പറഞ്ഞോളൂ. എന്നത് എങ്ങനെയാണ് ധാർമ്മികമാവുക എന്നാണ് ചോദിക്കുന്നത്. അതെ, അതാണ് ചോദ്യം. ഒറ്റവാക്കി പറഞ്ഞാൽ എങ്ങനെ ധാർമ്മികമാവുന്നു? ഒറ്റ വാക്കിലുള്ള ഉത്തരം പറയാൻ വേണ്ടി പോകണം, ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പോകണം. അപ്പോൾ എനിക്ക് ഈ ബുക്കിൻ്റെ എത്ര ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു 2 വരി മാക്സിമം സിമ്പിളായിട്ട് ഉത്തരം പറയാൻ വേണ്ടി പോകാം കേട്ടോ. ചേട്ടൻ പറഞ്ഞു കേട്ടോ. നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത് ഒരു ആധുനിക ഒരു മനുഷ്യ സമൂഹം മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു ഗുണമാണ് ഈ പറയുന്ന ധാർമ്മിക ഗുണങ്ങൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ധാർമ്മികമായിട്ട് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നു, അതിന്റെ ഭാഗമായിട്ട് പലതും നമ്മൾ തള്ളുന്നു. മതത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന പല തെറ്റായ കാര്യങ്ങളും തള്ളിയിട്ടാണ് അത് അധാർമികം. അല്ല, മതത്തിന്റെ പേരിലെ കാര്യങ്ങളെ തള്ളിയിട്ടാണ്. എന്തുകൊണ്ടാണ് തള്ളുന്നത്? അതെങ്ങനെയാണ് തെറ്റാന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് അതിന് ധാർമ്മികമാണെന്ന് പറയുന്നത്. എന്നാൽ ഇത് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ, പൈസയുടെ മൂല്യം കൂടുന്നതിനനുസരിച്ച് പെട്രോളിന്റെ വില, കൺഫ്യൂഷൻ. വീണ്ടും കേൾക്കാം. എങ്ങനെയാണ് നമുക്ക് അധാർമികമാകുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പൊ അതെ, അതാണ് ചോദ്യം. എങ്ങനെയാണ് ഇത് അധാർമികമാകുന്നത് എന്നാണ് ചോദ്യം. നേരത്തെ പറഞ്ഞതാണ്, ചേട്ടനെ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞുതരാൻ ഞങ്ങൾക്ക് എഴുതി വെക്കായിരുന്നു. പറഞ്ഞോളൂ. നമ്മളിത് അധാർമികമാണ് നമ്മൾ പറയുന്നു എന്നവർക്ക് അറിയാം. പക്ഷേ എന്താണ് പ്രശ്നം?
മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന ഈ മദ്രസ ഇഡിയറ്റ്സ് ഇരുന്ന് പറയുന്ന സാധനം 3 ഇഡിയറ്റ്സ് ഇരുന്ന് പറയുന്ന ഒരു സംഗതി അത് ശരിക്കും തെറ്റാണെന്നും അതല്ല യഥാർത്ഥത്തിൽ ധാർമ്മികത എന്ന് നമ്മൾ പറയുന്നു. പകരം നമ്മൾ പറയുന്നതാണ് ധാർമ്മികം എന്ന് നമ്മൾ പറയുമ്പോൾ ഇവർ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ് ധാർമ്മികമാവുക എന്നാണ് ചോദിക്കുന്നത്. ഒറ്റവാക്കി പറഞ്ഞാൽ എങ്ങനെ ധാർമ്മികമാവുന്നു? നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത് ഒരു ആധുനിക ഒരു മനുഷ്യ സമൂഹം മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു ഗുണമാണ് ഈ പറയുന്ന ധാർമ്മിക ഗുണങ്ങൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ധാർമ്മികമായിട്ട് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് പലതും നമ്മൾ തള്ളുന്നു. മതത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന പല തെറ്റായ കാര്യങ്ങളും തള്ളിയിട്ടാണ്, അത് അധാർമികമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് അതിനെ ധാർമ്മികമാണെന്ന് പറയുന്നത്. എന്നാൽ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എന്താണ് സംഭവിച്ചത്? കുറേ വെടി പുക, അല്ലാതെ ഇവൻ ഉത്തരം പറഞ്ഞ ഈ ആരിഫ് ഹുസൈനോട് ചോദിച്ച ചോദ്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്. ഷാഹുൽ അഹമ്മദ് ചോദിച്ചത് എന്താ? ഒരു കാര്യം തെറ്റാണ് ശരിയാണ് എന്നത് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുക? വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങൾ, ഈ ഒരു ദൈവം ഇല്ല എന്ന് പറഞ്ഞു നടക്കുന്ന നിങ്ങൾ, അള്ളാഹു വിശ്വസിക്കാത്ത നിങ്ങൾ, ആഫ്റ്റർ ലൈഫിൽ വിശ്വസിക്കാത്ത നിങ്ങൾ, അള്ളാഹു കാണുന്നുണ്ടെന്ന് വിശ്വസിക്കാത്ത നിങ്ങൾ, നാളെ വിചാരണ വേള ഉണ്ടെന്ന് വിശ്വസിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഭൂമിയിൽ ഇവിടെ ഈ ജീവിതം അത് വളരെ എൻജോയ് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്ന രീതിയിലല്ലാതെ ഇതിൽ ഒരു കാര്യത്തിന് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ, തെറ്റും ശരിയും വേർതിരിച്ച് മനസ്സിലാക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് എത്ര കാലങ്ങളായിട്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ആൾ ഉത്തരം പറഞ്ഞത് എന്താ? ഞാനിതാ ഒരു സെൻറ്റൻസിൽ പറയാൻ പോകുന്നു എന്ന്. എന്നിട്ട് ഇങ്ങനെ കഥ പറയും. അപ്പം ചേച്ചി ഇങ്ങനെ ആടുകയാണ് തല. ഒന്നും മനസ്സിലാവുന്നില്ല. ഇതല്ലേ 2 വട്ടം കേട്ടു. ഇങ്ങനെ സ്വയം കോമാളിയായിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇതൊരു വെല്ലുവിളിയായിട്ട് തന്നെ സ്വീകരിച്ചു. ഒരു നാസ്തികനോ ഒരു സ്വതന്ത്ര ചിന്തകനോ അവർക്ക് ഒരാൾക്ക് പോലും ഒരു കാര്യം തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാൻ സാധിക്കില്ല. അവർക്കൊരു അടിസ്ഥാനവും ഇല്ല. അവർക്ക് മദ്യപാനം, ഒരാൾ ഇഷ്ടത്തോട് കൂടിയിട്ട് ഒരാൾ മദ്യപിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും ലഹരി അലൗഡായിട്ട് രാജ്യങ്ങളുണ്ട്, കഞ്ചാവ് ലീഗലായിട്ടുള്ള രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റു മയക്കുമരുന്നുകൾ പോലെയുള്ള സംഭവങ്ങളൊക്കെ സുലഭമായി കിട്ടുന്ന പല രാജ്യങ്ങളുണ്ട്. അവിടെ യാതൊരു പ്രശ്നമില്ലാത്ത രാജ്യങ്ങളുണ്ട് വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. അത്തരം രാജ്യങ്ങളിൽ നിങ്ങൾ എടുത്തോ, അത്തരം രാജ്യങ്ങളിൽ പോയിട്ട് ഒരു ഫ്രീ തിങ്കർ അവിടെ പോയി ഒരു ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുക? നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഒരു പെൺകുട്ടി സ്വന്തം ശരീരം കച്ചവടം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, സ്വന്തം ശരീരം കച്ചവടം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് തെറ്റെന്ന് പറയാൻ സാധിക്കുക? നിങ്ങൾക്കത് പറയാൻ സാധിക്കില്ല. ചേച്ചി അതിനിടയിൽ കൊണ്ടുപോയിട്ട് അടിമത്തം ഉണ്ടല്ലോ, ആ അടിമത്തം പോലും നിങ്ങൾക്ക് തെറ്റാന്ന് പറയാൻ സാധിക്കില്ല. കൺസെൻറ്റ് ഉണ്ടെങ്കിൽ ആർക്കും ആരോടും എപ്പോഴും എങ്ങനെയും എവിടെ വെച്ചും എത്ര പേരുമായും ആവാം എന്ന് പറയുന്ന നിങ്ങളുടെ ആദർശം കൊണ്ട് ഇസ്ലാമിനെ അളക്കാൻ നിന്നിട്ടുണ്ട്. നിങ്ങളവിടെ കിടന്ന് പെടയല്ലാതെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ആരിഫ് ഹുസൈൻ ഉത്തരം പറയുന്നു, അത് ഉത്തരം ഞാൻ പഠിച്ച് പുസ്തകത്തിൽ എഴുതി വെച്ച് പഠിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യം, ഇവനെ കൊണ്ട് ഉത്തരം പറയാൻ സാധിക്കില്ല. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് എങ്ങനെ ഒരു കാര്യം തെറ്റാണെന്ന് ശരിയാണെന്ന് പറയാൻ സാധിക്കുന്നു എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവരുടെ അടിസ്ഥാനത്തെ ചോദ്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് ഉത്തരം പറയാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എനിക്കറിയുന്ന കാര്യമാണ് ആരിഫ് ഹുസൈനെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല. അവനെ കൊണ്ട് ആകെ സാധിക്കുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ മുസ്ലിങ്ങളെ കയറിയിട്ട് കുറേ മദ്രസ പട്ടന്മാർ, മറ്റേ പട്ടന്മാർ, മറിച്ച പട്ടന്മാർ, അല്ലെങ്കിൽ 3 ഇഡിയറ്റ്സ്, വികസനക്കായി ഇപ്പോൾ അങ്ങനെ ഇഡിയറ്റ്സിലേക്കൊക്കെ പോയി, ഇംഗ്ലീഷൊക്കെ വാക്കൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. നാളെ ഹിന്ദി, അങ്ങനെ ഓരോ ഭാഷ മാറിപ്പോട്ടെ. അപ്പം അങ്ങനെ കുറേ അവഹേളിക്കുക എന്നുള്ളതല്ലാതെ ഒരു മിനിറ്റ് പോലും നേരാവണ്ണം സംസാരിക്കാൻ, ആശയപരമായി സംസാരിക്കാനൊന്നും ഇവനെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഈ സ്വയം പ്രഖ്യാപിത നുണയൻ്റെ, അതായത് ഭൂമിയിൽ സ്വയം നുണയനാണെന്ന് പറഞ്ഞ് അത് വലിയ സംഭവമാക്കി കൊണ്ട് കിടക്കുന്ന ഒരു മനുഷ്യന് ഇയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പറഞ്ഞു കിടക്കുന്ന, ഞാൻ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും, വേണമെങ്കിൽ നിങ്ങൾ ഫാക്ട് ചെക്ക് ചെയ്തോളൂ, നിങ്ങൾ വേണം ചെക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞ് വീരവാദം മുഴക്കിയ ആരിഫ് ഹുസൈൻ ഞങ്ങളുടെ പല ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യും. ഒറ്റ വാക്കിൽ ആരിഫ് ഹുസൈൻ ചോദ്യത്തിന് ആൻസർ ചെയ്യുന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം.